ഒരു 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടീനെ മുട്ടായി കാണിച്ചിട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയാൻ അറപ്പാകുന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റൂല. അത്രയും മൃഗീയപരമായി ആ കുട്ടീനെ സ്വന്തം മുടി കഴുത്തിലേക്ക് ചുറ്റിയിട്ട് അത് വലിച്ചിട്ടാണ് അവസാനം കൊന്നത്. നാടി ഞരമ്പ് പോലും ഇല്ലാന്ന് പറയുന്നത് ചതഞ്ഞു പോയി. 10 വയസ്സ് വീഡിയോ സഹിതമുണ്ട് ആ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവന്നത് മുട്ടായി കാണിച്ചിട്ട്. 3 തന്തക്ക് പറക്കാത്ത പോലീസുകാർ, പോലീസോ പോട്ടെ, പെണ്ണല്ലത് ഇരിക്കുന്നത്, ഒരമ്മയല്ലത്, എങ്കിലും നാളെ ഒരമ്മ ആണ്ടവളല്ലോ അല്ലെ? ചിരിക്കുന്ന കണ്ട, ചിരിക്കേണ്ട സന്ദർഭമാണ് ഇത്, ചിരിക്കേണ്ട നേരാണ് ഇത്. ആ കുടുംബത്തിന് നീതി കിട്ടേണ്ട സമയം ആ കുടുംബത്തിലുള്ള അമ്മേനോടും അച്ഛനോടും ആശ്വാസ വാക്കുകളും ഒന്ന് അഭിനയിച്ചിട്ടാണെങ്കിൽ 2 തുള്ളി കണ്ണുനീരോട് കൂടിയിട്ടല്ലേ ഈ പ്രസ് മീറ്റിംഗ് മുന്നോട്ട് പോണ്ടത്? അതല്ലേ അതിന്റെ ശരി? അവിടെ ഇരുന്ന് തമാശ പറയാ. ഈ നാടു പോലീസുകാരിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാളെ എന്റെ വീട്ടിലുണ്ടോ ചെറിയ 1-2 വളർന്നു വരുന്നു. ഒരച്ഛന്റെ വേദന എന്തെന്നാന്നുള്ളത് അറിയണമെങ്കിൽ, ഒരു അമ്മേന്റെ വേദന എന്തെന്നാന്നുള്ളത് അറിയണമെങ്കിൽ നാളെ നമ്മളെ വീട്ടിലായിരിക്കണം ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ മനസ്സിലാവുള്ളൂ. ഇനി എന്തിനാ തെളിവ്? CCTV അടക്കം ആ കുട്ടീനെയും കൂട്ടി കൊണ്ടുപോകുന്നത്, മുട്ടായി കൊടുക്കുന്നത് എല്ലാം പബ്ലിക്കായിട്ട് നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട്. വെച്ച് നീട്ടേണ്ട ആവശ്യമില്ലല്ലോ. പബ്ലിക്കിലിട്ടിട്ട് മഞ്ഞയും പച്ചയും ചുവപ്പും കത്തുന്ന സിഗ്നലിന്റെ മുകളിൽ ഈ നായിന്റെ മക്കളിൽ എന്താക്കണം, കെട്ടി തൂക്കണം പബ്ലിക്കായിട്ട്. എന്നാലേ അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു ചിന്ത പോലും മറ്റുള്ള ആർക്കും വരാണ്ട് പോയി. മാറ്റം വരണോ ഈ നാടിനും നാട്ടിലത്തെ നിയമങ്ങൾക്കും? ഇതൊന്നുമില്ലേ. ഇനി ഇതിലും തന്നെ നടക്കാൻ പോകുന്നത്. ഒരു കഷ്ണം ചോക്ലേറ്റ് കാണിച്ചിട്ട് മാടി വിളിച്ച സമയത്ത് ആ മോള് കരുതിയിട്ടുണ്ടാവുക എന്റെ മാമനല്ലേ അല്ല എന്റെ ഏട്ടനല്ലേ എന്നുള്ളത്. ദളപതി വിജയിനി ആയിക്കോട്ടെ, സ്റ്റാലിനി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി VD സതീശനെ ആയിക്കോട്ടെ, ആരെ തന്നെ ജനങ്ങൾ കൈയടിച്ചിട്ടും വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടും സ്റ്റോറി ഇട്ടിട്ടില്ല അഭിനന്ദിക്കുന്നോ? ഏതൊരു നാട്ടിലാണോ ഇത്രയും വലിയ ക്രൂരത നടക്കുന്നത്? ആ കുട്ടി 6 അടി മണ്ണിലിരുന്ന് ഓരോ നാടിന്റെയും മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എനക്ക് കിട്ടേണ്ട നീതി എടുത്തു എന്നുള്ളത്. തല കുനിച്ചേ മതിയാവും ഏത് മുഖ്യമന്ത്രിയായാലും. പോലീസ് പണി ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും സ്പാലാട്ടം പോയിട്ട് അഡ്മിഷൻ എടുക്കും. കാക്കിയിട്ട ചെന്നായ